മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിലടക്കം 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? ഇപ്പോഴും തുടരുകയല്ലേ? രാവിലെ തുടങ്ങിയതാണ് റെയ്ഡ്, തുടരുകയല്ലേ? മായ, മാസപ്പടി കേസിൽ തുടരന്വേഷണം നടത്താമെന്ന് ഇഡിക്ക് ഹൈക്കോടതി അനുമതി നൽകിയതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും ഒപ്പം തന്നെ കണ്ണൂരിലെ വീട്ടിലും കൂടാതെ CMRLന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് CMRLലെ ഉദ്യോഗസ്ഥരും CMRL കമ്പനിയും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ തുടരന്വേഷണം അവസാനിപ്പിക്കണമെന്നുള്ളൊരു കാര്യമായിരുന്നു നേരത്തെ ഇവർ ഉദ്യോഗസ്ഥർ ഉന്നയിച്ചിരുന്നത്. ഇതിൽ SFIO അടക്കം അന്വേഷണം നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇഡിയുടെ അന്വേഷണം ആവശ്യമില്ല, ഇത് റദ്ദാക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് CMRLലെ ഉദ്യോഗസ്ഥരടക്കം ഉന്നയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ഈ സംഭവത്തിൽ തുടരന്വേഷണം നടത്താം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CMRLന്റെ കൊച്ചി ഓഫീസിൽ ഇപ്പോഴും പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇഡി ഇവിടെ പരിശോധനകളൊക്കെ നടത്തിയിരുന്നതാണ്. അതായത് ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ ഇഡി പരിശോധന നടത്തുകയും ഏതാനും ഫയലുകളൊക്കെ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഈ കേസിൽ SFIOയുടെ അന്വേഷണം കൂടി വരുന്നത്. ഈ ഇഡി പിടിച്ചെടുത്ത ഫയലുകൾ അടക്കമുള്ള കാര്യങ്ങളും SFIOക്ക് പരിശോധനയ്ക്ക് വേണ്ടി നൽകിയിരുന്നു. ഏതായാലും ഇതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ CMRLന്റെ ഓഫീസിൽ പരിശോധന നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായിരുന്ന എക്സാലോജിക്കും CMRLുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രധാനമായിട്ടും ഇഡിയുടെ അന്വേഷണം നടക്കുന്നത്. 1,72,00,000 രൂപ എക്സാലോജിക്കിന് CMRL നൽകിയിരുന്നതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇത് പല മാസങ്ങളിലായിട്ടാണ് ഈ പണം നൽകിയിരിക്കുന്നത്. ഈ പണം നൽകിയിട്ടുള്ളത്